ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പുറത്തുകടക്കാനുള്ള എക്സിറ്റ് പ്ലാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരയുന്നുണ്ടോ എന്ന ചർച്ചകൾ വാഷിംഗ്ടണിൽ സജീവമായി കഴിഞ്ഞു. മധ്യപൂർവേഷ്യയിലെ സൈനിക നീക്കങ്ങൾ അമേരിക്ക വിചാരിച്ച രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് ഈ നീക്കം. ഇറാനെതിരെ ആക്രമണം തുടങ്ങിയപ്പോൾ തിരിച്ചൊരു പ്രത്യാക്രമണം അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇറാൻ കീഴടങ്ങുമെന്നും രാജ്യം വെട്ടിപ്പിടിക്കാമെന്നുമുള്ള വ്യാമോഹമാണ് ഒടുവിൽ മടക്കിക്കെട്ടി എടുത്തോണ്ടോടേണ്ട അവസ്ഥയിൽ അമേരിക്ക എത്തി നിൽക്കുന്നത്. ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ ആഗോള ഊർജ്ജ വിപണിയെയും അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയെയും ബാധിച്ചു തുടങ്ങിയതോടെ ട്രംപ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. യുദ്ധം ഒരു ലൂസ് സിറ്റുവേഷനിലേക്കാണ് നീങ്ങുന്നതെന്നും നയതന്ത്രപരമായ പിന്മാറ്റത്തിനുള്ള വഴിയാണ് അമേരിക്ക ഇപ്പോൾ തേടുന്നതെന്നുമാണ് അമേരിക്കൻ വൃത്തങ്ങൾ പറയുന്നത്. ഇതിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണക്കപ്പലുകൾക്ക് മേലുള്ള ഉപരോധം ലഘൂകരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്ക പരിഗണിക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മേഖലയിലുണ്ടായ സൈനിക നീക്കങ്ങൾ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാക്കിയിരിക്കുകയാണ്. ഇറാനും ഖത്തറും സംയുക്തമായി ഉപയോഗിക്കുന്ന സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിലെ തന്ത്രപ്രധാനമായ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണമാണ് പുതിയ പ്രകോപനത്തിന് കാരണമായത്. ഇറാന്റെ ആഭ്യന്തര ഗ്യാസ് ആവശ്യത്തിന്റെ 80% നിറവേറ്റുന്നത് ഈ കേന്ദ്രമാണ്. ഇറാന്റെ സാമ്പത്തിക ഊർജ്ജ അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കം. എന്നാൽ ഇതിന് ഇറാൻ നൽകിയ മറുപടി അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. സൗദി അറേബ്യ മുതൽ ഖത്തർ വരെയുള്ള ഗൾഫ് മേഖലയിലെ നിർണായകമായ എണ്ണവാതക പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ശക്തമായ തിരിച്ചടി നൽകി. ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും വിതരണ ശൃംഖല തകർക്കപ്പെടുമെന്ന ഭീതി പടരുകയും ചെയ്തു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് നേരെയുണ്ടായ ആക്രമണം ആഗോള ഊർജ്ജ സുരക്ഷയെ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. ലോകത്തെ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്നത് ഈ കേന്ദ്രത്തിലാണ്. ഖത്തർ എനർജി നൽകുന്ന വിവരമനുസരിച്ച് ഈ ആക്രമണത്തോടെ ഖത്തറിന്റെ വാതക കയറ്റുമതി ശേഷിയിൽ 17% കുറവുണ്ടായി. ഏകദേശം $20 ബില്യൺ വാർഷിക നഷ്ടമാണ് ഇതുവഴി കണക്കാക്കുന്നത്. ഇവിടുത്തെ പ്ലാന്റുകൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കാൻ 3 മുതൽ 5 വർഷം വരെ സമയം എടുത്തേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കമ്പനികൾക്ക് നേരെ ഇറാൻ ഇത്തരത്തിൽ ആക്രമണം തുടർന്നാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമെന്ന തിരിച്ചറിവാണ് അമേരിക്കയെ പുതിയ എക്സിറ്റ് പ്ലാനുകളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നത്. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടത്താൻ പ്രസിഡന്റ് ട്രംപ് നേരിട്ട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങളെ കൂടി ബാധിക്കുന്ന ഘട്ടമെത്തിയതോടെയാണ് ട്രംപ് ഈ നിലപാട് സ്വീകരിച്ചത്. ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി ഇറാന്റെ വാതകപ്പാടത്തെ ആക്രമിച്ചതിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ട്രംപും കൈകഴുകിയിരുന്നു. യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള ലക്ഷ്യത്തിന്റെ ആദ്യ ചവിട്ടുപടിയാണോ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തിയതെന്നും സംശയമുണ്ട്. തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകൾ ഇനിയും ലക്ഷ്യം വെച്ചാൽ കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ഇതുവരെ തങ്ങളുടെ സൈനിക ശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഉപയോഗിച്ചതെന്നും സംയമനം പാലിക്കാനുള്ള ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥനകൾ ഇനി കണക്കിലെടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിടാൻ ശ്രമിച്ചെന്ന വാർത്തകളും ഈ സാഹചര്യത്തിൽ ഗൗരവത്തോടെയാണ് വാഷിംഗ്ടൺ കാണുന്നത്. യുദ്ധത്തിന്റെ ഗതിയെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഭിന്നസ്വരങ്ങൾ ഉയരുന്നുണ്ട്. ഇറാന്റെ ആണവായുധ ശേഷിയെക്കുറിച്ച് ട്രംപ് ഭരണകൂടം നൽകിയ കണക്കുകൾ തെറ്റാണെന്നും ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നുവെന്നും മുൻ US നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ മേധാവി സ്കോട്ട് ബെസന്റ് വെളിപ്പെടുത്തിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയെ വധിച്ച നടപടി ഇറാനിലെ തീവ്ര നിലപാടുകാർക്ക് കൂടുതൽ കരുത്ത് നൽകാനാണ് സഹായിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ ഇറാനിയൻ എണ്ണ വിപണിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കൻ ട്രഷറി വിഭാഗം ആലോചിക്കുന്നുണ്ട്. വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കി വിലക്കയറ്റം തടയാൻ ഇത് ഉപകരിക്കുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള കടുത്ത നിലപാടുകൾ നയതന്ത്രപരമായ നീക്കങ്ങളെ എത്രത്തോളം സഹായിക്കുമെന്ന് കണ്ടറിയണം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായ എണ്ണവില വർദ്ധിക്കുന്നത് തന്റെ ജനപ്രീതിയെ ബാധിക്കുമെന്ന പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാന്യമായ എക്സിറ്റ് പ്ലാൻ വഴി യുദ്ധത്തിൽ നിന്ന് പിന്മാറാനാണ് അദ്ദേഹം ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇറാൻ തങ്ങളുടെ സൈനിക വിന്യാസം മേഖലയിൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള എണ്ണ വിതരണം തടയാൻ ഇറാൻ ശ്രമിച്ചാൽ അത് ലോകത്തിന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇതൊഴിവാക്കാനാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്ക് വഴി തുറക്കാൻ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനിയും അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഓരോ നീക്കവും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സാമ്പത്തിക അടിത്തറയെയും ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ.